Hello students, we are going to prove the theorem continuous image of a connected space is connected. This is a simple statement of the theorem, and in terms of symbols we can state the same theorem as follows. We have to define continuous image. For continuous image we need continuous function. So we have the function f from x to y. With respect to f, the image is y. The theorem says that whenever x is connected, its image fx equal to y, we assume that fx equal to y, its image is also connected. That f continuous. Not for all functions this is satisfied, but for only continuous functions. So it is stated as continuous image of a connected space is connected. Function continuity ഉണ്ടെങ്കിൽ ഇത് കിട്ടത്തുള്ളൂ. x connected ആകുമ്പോൾ y connected ആവുക എന്നുള്ള കാര്യം സംഭവിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കണ്ടിന്യൂസ് ആണ്. ലെറ്റ് f from x to y be continuous. പിന്നെ ഇമേജ് y തന്നെ ആകണമെങ്കിൽ ഇമേജ് y ആയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. fx എന്താണോ അത് കണക്റ്റഡ് ആയിരിക്കും എന്ന് പറയാനാണ് ഇതിൽ നിന്ന് സാധിക്കുക. പിന്നെ ഇമേജിനെ നമുക്ക് y എന്ന് പേര് വിളിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യവും കൂടെ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ എഫ് എക്സ് എന്ന് പറയുന്നത് y ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്നുള്ള സിമ്പിൾ എഴുതാൻ വേണ്ടിയാണ് ഓൺ ടു എന്ന് നമ്മൾ കൊടുക്കുന്നത്. ഓൺ ടു എന്ന് കൊടുത്തില്ലെങ്കിൽ കണ്ടിന്യൂസ് ഇമേജ് വിച്ച് ഇസ് ദ കണ്ടിന്യൂസ് ഇമേജ് ദാറ്റ് വിൽ ബി കണക്റ്റഡ്. എഫ് എക്സ് y എന്ന് പറയുന്നത് ഫുൾ സ്പേസ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണോ കിട്ടുന്നത് വൈയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും, അത് കണക്റ്റഡ് ആണ് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഓൺ ടു ആണെങ്കിൽ നമുക്ക് ഈ സ്പേസ് y കണക്റ്റഡ് ആണ് എന്ന് പറയാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ചില വേരിയേഷൻസ് ഇതിലുണ്ട്. Let f from x to y be continuous on to, or another word surjection. F from x to y be a continuous surjection എന്ന് വേണമെങ്കിൽ തരാം. Then if x is connected, so is y. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ മാറ്റി പറയുന്നത് മാറുന്നതാണ്. Then if x is connected, then y is connected na, then so is y. സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പലതരത്തിലുള്ള വേരിയേഷൻസ് നമുക്ക് ചെയ്യാം. ഈ തിയറം പ്രൂവ് ദാറ്റ് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ് എന്ന് ചോദിക്കാം. ഇഫ് എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഓൺ ടു, ദെൻ പ്രൂവ് ദാറ്റ് എക്സ് കണക്റ്റഡ് ഇംപ്ലൈസ് വൈ കണക്റ്റഡ്. ഇഫ് എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് എ കണ്ടിന്യൂസ് സർജക്ഷൻ, ദെൻ പ്രൂവ് ദാറ്റ് എക്സ് കണക്റ്റഡ് ഇംപ്ലൈസ് വൈ കണക്റ്റഡ്. ഇങ്ങനെയൊക്കെ ഇതിനെ ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെയൊക്കെ ആകാം എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ചോദിക്കാൻ ഇതായിട്ട് എളുപ്പം. പ്രൂവ് ദാറ്റ് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ് എന്ന് ചോദിക്കാനാണ് എളുപ്പം. പ്രൂഫ് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പ്രൂവ് ചെയ്യണ്ടേ? എന്താ തന്നിരിക്കുന്നത്? എഫ് ഫ്രം എക്സ് ടു വൈ കണ്ടിന്യൂസ് ഓൺ ടു എന്ന് തന്നിട്ടുണ്ട്. ഓൺ ടു ആയതുകൊണ്ട് f of x equal to y ആണ് ഇമേജ്. f of x equal to y is the image. അത് മുഴുവനും y മുഴുവനും ഇമേജ് ആണ് ഓൺ ടു ആയതുകൊണ്ട്. നമ്മൾ y യെ പറ്റിയാണ് ഇനി പ്രൂഫ് കൊടുക്കാൻ പോകുന്നത്. ഇനി ഒരു കാര്യം തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ്. ഈവൺ എക്സ് കണക്റ്റഡ് ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഇതെല്ലാം വിശദീകരിച്ച് പറയണമെന്നില്ല, ഇതൊക്കെ മനസ്സിലിരുന്നാൽ മതി. ഈവൺ എക്സ് കണക്റ്റഡ് എന്നുള്ളതും എഫ് കണ്ടിന്യൂസ് ഓൺ ടു എന്നുള്ളതും എഫ് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളതും ഒക്കെ മനസ്സിലിരുന്നാലും മതി. ടു പ്രൂവ് ദാറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്താലും മതി. ടു പ്രൂവ് ദാറ്റ് സിമ്പിൾസ് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ഫംഗ്ഷനൊക്കെ പറഞ്ഞു വരണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതാണ്. അപ്പോൾ ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ, ഫംഗ്ഷൻ വേറെ ഇല്ലല്ലോ മറ്റേ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ. ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ കണ്ടിന്യൂസ് ഓൺ ടു എഫ് എക്സ് ഈക്വൽ ടു വൈ ബി ദ ഇമേജ്. ഇഫ് എക്സ് ഈസ് കണക്റ്റഡ്, ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വൈ ഈസ് കണക്റ്റഡ്. വൈ കണക്റ്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രൂഫിന്റെ ഒരു ഔട്ട്ലൈൻ. വൈ കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, തർക്കുത്തരം പറയുക എന്നുള്ള പണിയാണ് ഇവിടെയും സ്വീകരിക്കുക. ഇഫ് വൈ ഈസ് നോട്ട് കണക്റ്റഡ്, വൈ കണക്റ്റഡ് ആകണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് വൈ ഈസ് നോട്ട് കണക്റ്റഡ്, വൈ കണക്റ്റഡ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കണക്റ്റഡ്നെസ്സിന്റെ ഡെഫിനിഷനിൽ കണക്റ്റഡ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ്. അപ്പോൾ നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ ഉണ്ട്. വൈ നോട്ട് കണക്റ്റഡ് മീൻസ് വൈ ഈക്വൽ ടു, അങ്ങനെ എഴുതാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ കണക്റ്റഡ് എന്ന് പറയുക. ഇപ്പൊ നോട്ട് കണക്റ്റഡ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും.
y ഈക്വൽ ടു എ ബി എന്നൊന്നും വിളിക്കുന്നതിന് കുഴപ്പമില്ല. വൈയുടെ രണ്ട് സബ്സെറ്റ്സ് എയും ബിയും, എക്സിന്റെ സബ്സെറ്റ്സ് എയും ബിയും എന്നെടുക്കുന്നതിന് പകരം ഇപ്പം വൈയുടെ രണ്ട് സബ്സെറ്റിന് നൊട്ടേഷൻ വേണം. അത് എ ബിയും തന്നെ ഉപയോഗിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. y ഈക്വൽ ടു എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ഫൈ. ഒരു കാര്യം കൂടെ ഉണ്ട്, നോൺ എംപ്റ്റി സെറ്റ്സിന് വേണം ഇത് നമ്മൾ എഴുതാൻ. എയും ബിയും നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. ഫോർ നോൺ എംപ്റ്റി സെറ്റ്സ് എ ആൻഡ് ബി, y ക്യാൻ ബി റിട്ടൺ ആസ് ദ യൂണിയൻ ഓഫ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. എ ഇന്റർസെക്ഷൻ ബി എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇക്വലന്റ് കണ്ടീഷൻസ് ഉപയോഗിച്ചു. എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ ആണ് സാധാരണ എഴുതുക. എ ബി ആർ ഓപ്പൺ സെറ്റ്സ്, എ ബി ആർ നോൺ എംപ്റ്റി ആണ്, എ ബി ആർ ഓപ്പൺ സെറ്റ്സ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാൻ വേണ്ടിയാണ്. എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ എഴുതിയാൽ നമുക്ക് ഇൻവേഴ്സിലേക്ക് വരുമ്പം റിസൾട്ട്സ് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ ഇക്വലന്റ് സ്റ്റേറ്റ്മെന്റ്സിൽ പറയുന്ന, കണക്റ്റഡ്നെസ്സിന്റെ ഡെഫിനിഷനിൽ പറയുന്ന ഈ എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ ഈക്വൽ ടു ഫൈ, വൈ ഈക്വൽ ടു എ യൂണിയൻ ബി എന്നുള്ളതിന് ഇക്വലന്റ് ആയിട്ട് കുറേ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ പകരം ക്ലോസ്ഡ് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഓപ്പൺ ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്നാന്ന് നിങ്ങൾക്ക് അറിയാം. ഓപ്പൺ ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്നാ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ്സ്, ഓപ്പൺ എന്നൊക്കെ ഉള്ളത് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ സെറ്റ്സ് വെച്ചുള്ള ക്യാരക്ടറൈസേഷൻ ആ സ്റ്റേറ്റ്മെന്റിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ y കണക്റ്റഡ് അല്ലെങ്കിൽ y ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് ഫോർ ടു നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് y. വൈയുടെ രണ്ട് ഓപ്പൺ സബ്സെറ്റ്സ് എയും ബിയും എടുത്ത് അതിന്റെ ഡിസ്ജോയിന്റ് യൂണിയൻ ആയിട്ട് y എഴുതാൻ പറ്റും. നൗ y is the image. So what is x? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓൺ ടു ഫംഗ്ഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് എന്താ, അപ്പം എഫ് ഇൻവേഴ്സ് ഓഫ് y ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, എഫ് ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു എ യൂണിയൻ ബി എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ബി ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ബി ക്യാൻ ബി റിട്ടൺ as എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി. That is x equal to f inverse of a union f inverse of b. ആ എക്സിനെ രണ്ട് സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ആയില്ല. അവരുടെ ഇന്റർസെക്ഷനെ പറ്റി എന്ത് പറയാൻ പറ്റും? ഓൾസോ ഹിയർ വി ഹാവ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ഫൈ. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ഫൈ. എ ഇന്റർസെക്ഷൻ ബിയിൽ ആരും ഇല്ല. അപ്പോൾ പിന്നെ അതിന്റെ ഇൻവേഴ്സ് ഇമേജിലും ആളില്ലെങ്കിൽ പിന്നെ ഇൻവേഴ്സ് ഇമേജും എം ഡി ആയിരിക്കുമല്ലോ. എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു ഫൈ. ദാറ്റ് ഈസ് വി ഹാവ് ടു സെറ്റ്സ്, എ നോട്ട് ഈക്വൽ ടു ഫൈ, ബി നോട്ട് ഈക്വൽ ടു ഫൈ. എഫ് ഇൻവേഴ്സ് എ നോട്ട് ഈക്വൽ ടു ഫൈ, എഫ് ഇൻവേഴ്സ് ബി നോട്ട് ഈക്വൽ ടു ഫൈ. പിന്നെയാണ് നമ്മളുടെ എ ബി ഓപ്പൺ എന്നുള്ളതിന്റെ പ്രാധാന്യം വരുന്നത്. എയും ബി ഓപ്പൺ ആയതുകൊണ്ട്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ടും എഫ് ഇൻവേഴ്സ് എ ഓപ്പൺ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ബിയും, ബി ഓപ്പൺ ആണ്, എഫ് കണ്ടിന്യൂസ് ആണ്, എഫ് ഇൻവേഴ്സ് ബി ഓപ്പൺ ആയിരിക്കും. സോ ദെയർ എക്സിസ്റ്റ് ടു നോൺ എംപ്റ്റി തൽക്കാലം ഞാൻ നോട്ട് ഈക്വൽ ടു ഫൈവ് എഴുതുകയാണ്. ടു നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ്സ്. there exists two non empty open subsets of x. A subset of y, B subset of y. So f inverse a subset of A ഇവിടുത്തെ, B ഇവിടുത്തെ. f inverse A, f inverse B are subsets of x. A and B are non-empty, they are non-empty. A and B are open, inverse image of open sets with respect to a continuous function open. ഇത്രയും കാര്യങ്ങളൊക്കെ പറയാതെ അവിടെ ഉണ്ട്. അതൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിൽ പറഞ്ഞിട്ടില്ല, ക്ലിയർ ആയതൊന്നും പറയാത്താണ്. There exists two non-empty open subsets of x such that x can be written as the disjoint f inverse A intersection f inverse B equal to phi. F inverse A union f inverse B equal to x such that x can be written as a disjoint union of that two sets. X equal to നമ്മൾ പണ്ട് A union B എന്നായിരുന്നു. ഒരു f inverse A union f inverse B, A intersection B phi, A not equal to phi, B not equal to phi പോലെ f inverse A യും f inverse B യും വെച്ച് റിസൾട്ട് കിട്ടി. ഇങ്ങനെ എഴുതിയാൽ എന്താ പ്രശ്നമില്ലേ? ഈ സ്പേസ് കണക്റ്റഡ് ആണ്. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു ദ ഫാക്ട് ദാറ്റ് സ്പേസ് എക്സ് ഈസ് കണക്റ്റഡ്. സ്പേസ് എക്സ് കണക്റ്റഡ് ആയത് എങ്ങനെയാ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ് എക്സ് ആസ് ദ ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ടു ഓപ്പൺ സെറ്റ്സ് എന്നാണ് ലാസ്റ്റ് ഒരു ഇക്വലന്റ് കണ്ടീഷൻസ് ഇതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നില്ലേ? അതിൽ വോയിസ് ക്ലിയർ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ പറയുക.
വോയിസ് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ട്, പിന്നെ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ വോയിസ് കേൾക്കാം എന്ന് തോന്നുന്നു. വീണ്ടും ഇടേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇടാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിനു മുമ്പ് പ്രൂവ് ചെയ്ത പ്രപ്പോസിഷനെ കണക്റ്റഡ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ്നെസ്സിൻ്റെ ഒക്കെ ടേംസിലേക്ക് മാറ്റി എന്നുള്ളൂ. പ്രപ്പോസിഷനിലെ 5 സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റി നമ്മൾ എക്സ്പ്ലനേഷൻ നേച്ചറിൽ കണക്റ്റഡ്നെസ്സിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അവിടെ ചെയ്തത്. അവിടെ it is impossible to write x equal to a union b, a bar intersection b bar equal to 5, a not equal to 5, b not equal to 5. അത് കണക്റ്റഡ്നെസ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ്. ഇമ്പോസിബിൾ ടു റൈറ്റ് അല്ല പ്രപ്പോസിഷനിലുള്ളത്. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് റൈറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രപ്പോസിഷനിലുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സ്പേസ് കണക്റ്റഡ് എന്ന് പറഞ്ഞു. ഇക്വലന്റ് സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടാമത് ഓപ്പൺ സെറ്റ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇറ്റ് കനോട്ട് ബി റിട്ടൺ അസ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്പൺ സെറ്റ്സ് വെച്ചുള്ള പ്രപ്പോസിഷനിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഇക്വലൻ്റ് ആണ്. കണക്റ്റഡ്നെസ് ഇല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് അർത്ഥം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതിന് വേർഡ്സിൽ പറഞ്ഞാൽ സെറ്റിനെ ഫുൾ സെറ്റിനെ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് എന്ന് എഴുതുന്ന കാര്യമാണ്. അപ്പോൾ അതും കണക്റ്റഡ്നെസ് ആണെങ്കിൽ നടക്കത്തില്ലെന്നാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ് എക്സ് ആസ് ദ യൂണിയൻ ഓഫ് 2 ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ്. ലാസ്റ്റത്തത് അതുപോലെ തന്നെ ക്ലോസ്ഡ് സെറ്റ്സിൻ്റെയാണ്. സ്റ്റേറ്റ്മെൻറ്റിനെ കണക്റ്റഡ്നെസ്സിൻ്റെ ടേംസിൽ മാറ്റി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ് സ്പേസ് ആസ് ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ്. പിന്നെ നമ്മൾ പറഞ്ഞ ക്ലോപ്പൺ സെറ്റ്സിൻ്റെ കാര്യമൊക്കെ ക്ലോപ്പൺ സെറ്റ്സ് 5x മാത്രമാകും. ബൗണ്ടറിയുടെ കാര്യമൊക്കെ അങ്ങനെ അതിനനുസരിച്ച് മാറ്റി പറയാം. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഓപ്പൺ സെറ്റ്സിൻ്റെ ടേംസിൽ കണക്റ്റഡ്നെസ്സിൻ്റെ ക്യാരക്ടറൈസേഷൻ ലാസ്റ്റ് തിയറത്തിൽ കണ്ടതാണ്. അപ്പോൾ സ്പേസിനെ ഇങ്ങനെ എഴുതി പോയാൽ സ്പേസ് കണക്റ്റഡ് അല്ല എന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എക്സ് കണക്റ്റഡ് അല്ല. ഇങ്ങനെ എഴുതി പോയാൽ എഫ് ഇൻവേഴ്സ് ഐ യൂണിയൻ എഫ് ഇൻവേഴ്സ് ബി എന്ന് എഴുതി പോയാൽ എഫ് ഇൻവേഴ്സ് ഐ ഇന്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ബി 5 ആയതുകൊണ്ടും അത് ഓപ്പൺ സെറ്റ്സ് ആയതുകൊണ്ട് നോൺ എം ഡി ആയതുകൊണ്ട് ഇതൊരു എം ഡി ഇത് 5 ആണെന്ന് എഴുതി കിട്ടിയാൽ കുഴപ്പമില്ല. ഈ രണ്ട് സെറ്റുകളും എം ഡി ആണെങ്കിൽ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നോൺ എം ഡി സെറ്റ്സിന് ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. സ്പേസ് എക്സ് കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്പേസ് എക്സ് കണക്റ്റഡ് ആണ്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സ്പേസ് ഈസ് കണക്റ്റഡ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് കണക്റ്റഡ് എന്ന് എടുത്തിട്ട് ഗിവൺ എക്സ് കണക്റ്റഡ് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളുടെ പ്രൂഫ് മുമ്പോട്ട് പോകുക. അപ്പോൾ നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്? ഇഫ് വൈ ഈസ് നോട്ട് കണക്റ്റഡ്, ടു പ്രൂവ് ദാറ്റ് വൈ ഈസ് കണക്റ്റഡ് വി ഹാവ് അസ്യൂംഡ് വൈ ഈസ് നോട്ട് കണക്റ്റഡ്. ഇവിടെയാണ് നമ്മളുടെ മിസ്റ്റേക്ക്. സോ അവർ അസംഷൻ ഈസ് wrong and y is connected. That is about the proof of the theorem. We will continue the class with another video this hour itself. Okay.